കാക്കനാട് DLF ഫ്ളാറ്റിൽ 2 ആഴ്ചയ്ക്കിടെ രോഗബാധിതരായത് 441 പേരാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റിലെ വിവിധ കുടിവെള്ള സ്രോതസ്സുകളിൽ പരിശോധന നടത്തി. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. നിതിൻ സേവ്യർ തുടരുന്നുണ്ട്. നിതിൻ, 440-ലധികം ആളുകൾക്ക് രോഗബാധ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കണക്കാണ്. ഒരു ഫ്ളാറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആശ്രയിച്ചിരിക്കുന്ന ഒരു കുടിവെള്ള സ്രോതസ്സിൽ നിന്ന് തന്നെയായിരിക്കണം എന്തായാലും രോഗബാധ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് വരേണ്ടത്. അത് എപ്പോഴത്തേക്ക് ഉണ്ടാകും? ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ സ്വീകരിക്കുന്ന തുടർ നടപടികൾ എന്തൊക്കെ? ജിൽസി, കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ഒരു ഔദ്യോഗിക കണക്കാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. അതിലാണ് ഈ 441 പേരെന്നുള്ള കണക്കുള്ളത്. കഴിഞ്ഞ മെയ് 25 മുതൽ ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരമൊരു കണക്കിലേക്ക് പോയാൽ ഒരുപക്ഷെ 500-ലധികം ആളുകൾക്ക് ഇതിനോടകം തന്നെ ഈ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗബാധ ഏറ്റിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കണക്ക് കൂട്ടാൻ. ഏതായാലും ഈ ശാസ്ത്രീയ പരിശോധന തുടക്കത്തിൽ ഈ പ്രാഥമികമായി കുടിവെള്ളത്തിൽ നിന്ന് തന്നെയാണ് രോഗം പടർന്നത് എന്ന് ആരോഗ്യവകുപ്പ് കണക്കുകൂട്ടുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കാനാവൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ വെള്ളത്തിന്റെ സാമ്പിൾ അടക്കം തിരുവനന്തപുരത്ത് പ്രത്യേക സംഘം ശേഖരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വൈകാതെ തന്നെ വരും. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിസൾട്ട് വരും. അപ്പോൾ അതിൽ നിന്നും ഈ കുടിവെള്ളത്തിൽ നിന്ന് തന്നെയാണോ ഈ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗം പടർന്നു എന്ന കാര്യത്തിൽ ഉറപ്പ് വരാൻ സാധിക്കും. ഏതായാലും കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള വ്യാപകമായ പരിശോധന ഈ പ്രത്യേക സംഘം ഈ ഫ്ളാറ്റുകളിൽ നടത്തിയിരുന്നു. പ്രധാനമായും ഈ കുടിവെള്ളം ലഭിക്കുന്ന സോഴ്സുകൾ, അത് കിണറുകൾ, ബോർവെല്ലുകൾ, ഓപ്പൺ വെൽ അല്ലെങ്കിൽ ടാങ്കറുകൾ അടക്കമുള്ള എല്ലാ സോഴ്സുകളും ഇവർ പരിശോധിച്ചിരുന്നു. ഇതെല്ലാം ശുദ്ധീകരിച്ച് തന്നെയാണ് വരുന്നതെന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോഴും എവിടെ നിന്നാണ് ഈ രോഗം വന്നത് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. ഒപ്പം തന്നെ ഈ ടാങ്കുകളും ഫ്ളാറ്റുകളിലെ വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകളും അതും ഡബിൾ ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവർ ഈ ഫ്ളാറ്റിലെ അസോസിയേഷൻ സ്വകാര്യ വ്യക്തികളെ കൊണ്ട് നടത്തിയ പരിശോധനയിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ളത്തിൽ കൂടെ തന്നെയാണ് കലർന്നത് എന്ന ഒരു ഉറപ്പിൽ തന്നെയാണ് ആരോഗ്യവകുപ്പുള്ള. ഒപ്പം തന്നെ ഈ 441 ഒരു വലിയ കണക്കാണ്. അപ്പോൾ ഇത്രയധികം ആളുകൾക്കും 2 ആഴ്ചക്കിടെ ഈ രോഗബാധ ഉണ്ടായിട്ടും അത് കൃത്യമായി അറിയാൻ സാധിക്കാത്തത് ആരോഗ്യവകുപ്പിന്റെ വലിയ വീഴ്ചയായി തന്നെയാണ് കണക്കൂട്ടുന്നത്. പ്രത്യേകിച്ച് എല്ലാ ആളുകളും ആശുപത്രിയിൽ എത്തുന്നത് ഇവരുടെ അഡ്രസ്സുകളെല്ലാം ഒരേ അഡ്രസ്സിൽ നിന്നും ഇത്രയധികം ആളുകൾ ആശുപത്രിയിൽ എത്തുന്നത് അത് കൃത്യമായി കണ്ടെത്താൻ അത് ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അത് വലിയ വീഴ്ചയായി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ചിലപ്പോൾ നടപടികളും ഉണ്ടായിരിക്കും. ഏതായാലും ഈ ശാസ്ത്രീയ പരിശോധന ഫലം വന്നാൽ മാത്രമേ ഈ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കൃത്യമായി രോഗം വന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒപ്പം തന്നെ ഈ കുടിവെള്ള ടാങ്കറുകളിലെ വെള്ളം വരുന്നത് കൃത്യമായി പരിശോധിക്കുമെന്നും എല്ലാ ദിവസവും അത് പരിശോധിക്കുമെന്നും കഴിഞ്ഞ സുമാ തോമസ് MLA പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ റിസൾട്ട് പുറത്തുവരും. അതിനുശേഷം മാത്രമായും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. ജിൽസി.